ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മൾ വന്നിരിക്കുന്നത് ഡ്യൂ തെഫ്റ്റ് വാർസ് പാർട്ട് 5 ആയിട്ടാണ്. പിന്നെ എൻ്റെ ലക്ഷറി വീടിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഞാൻ നോക്കിയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഗെയിംസ് ഇവിടെയൊക്കെ ആയി അതോട്. അപ്പോൾ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഞാൻ നോക്കുമായിരുന്നു. ഇതൊക്കെ ആരെ കുത്തിക്കൊല്ലാനാണ്? ചിലപ്പോൾ സെൽഫ് ഡിഫെൻസിന് വല്ലതാവാം. പിന്നെ ഇവിടെ മറ്റേതുണ്ട്, പിന്നെ ജാറുണ്ട്, പിന്നെ ഇവിടെ എന്തോ മിക്സ് ചെയ്യാൻ സാധനമുണ്ട്, പിന്നെ ആക്സിൻ്റെ ചെറിയ പോലത്തെ സാധനമുണ്ട്, പിന്നെ വലിയൊരു കത്തിയുണ്ട്, പിന്നെ ഒരു ചെറിയ കത്തിയുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ വാഷ് ബേസിനുണ്ടല്ലേ, ലക്ഷറീസ് ആയിട്ട് ഡയമണ്ടിൻ്റെ ഷേപ്പിലായിട്ട്. പിന്നെ ഇവിടെ ഫ്രൂട്ട്സോ എന്തൊക്കെയുണ്ട്, വെജിറ്റബിൾസ് എന്തൊക്കെയുണ്ട്. പിന്നെ ഈ കുപ്പി എന്തിനാന്ന് വെച്ചാൽ ഈ കുപ്പിത്തെ വെള്ളം ഈ ചെടിക്ക് ഒഴിക്കാനാണ് കേട്ടോ, വേറെ ഒന്നിനല്ല. അതെന്തായാലും ആക്കട്ടെ. അങ്ങനെ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ടേബിളിൽ കാണാം. കണ്ട, വീണ്ടും ഗെയിം സേവായി. പിന്നെ അങ്ങനെ ഉള്ളിലൊക്കെ അങ്ങനെ നോക്കുമായിരുന്നു. കാരണം സാധാരണ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഇതൊന്നും നോക്കാറില്ലല്ലോ. അതുകൊണ്ട് വെറുതെ ഇത് വല്ലതൊന്നും വർക്ക് ചെയ്യുമോ ഇല്ലല്ലേ. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ക്യാമറ ഉണ്ട് ഫോണിൻ്റെ, പിന്നെ എന്തിനാണ് അതൊക്കെ. പിന്നെ ഫ്രിഡ്ജിന് മുകളിൽ ഇങ്ങനെ ഓവനൊക്കെ അപ്പുറത്തെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചൂടെ. അല്ലാത്ത കുപ്പിയും മറ്റേ ചെടി വെക്കാനുള്ള കുപ്പിയും പിന്നെ ചെടിയൊക്കെ അവിടെ കൊണ്ട് വയ്ക്കും. ബൈ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മലയുടെ അടിയിലേക്കൊക്കെ പോകാനുള്ള വാനൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ട്, വെറുതെ പറഞ്ഞാട്ടാ, ഇതിവിടെ തന്നെ സ്പോണായതാണ്, എനിക്കൊന്നും അറിയില്ല. പിന്നെ എനിക്ക് ഈ ജീപ്പിലും വാനിലൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള കളറ് ഈ ബ്ലാക്കാണ്. അതുകൊണ്ട് ഇതെന്താ ഈ സ്നോ ബോൾ എറിയുമ്പോഴൊക്കെ സ്നോ ബോൾ മതി എഴുതാനെങ്ങാൻ. ഇത് കൺട്രോൾ ചെയ്ത് നിർത്തണം. കൺട്രോൾ വീണ്ടും പോകണം. നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തണം കേട്ടോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും മേത്തൊക്കെ അടിച്ചാൽ. ഞാനറിഞ്ഞ സ്നോ ബോൾ വാനിൽ കൊണ്ട് വാന് ഉരുണ്ട് പോയിട്ട് ഒരാളെ ഇടിച്ചാൽ പിന്നെ നമ്മളെ പോലീസ് പിടിക്കാൻ വരും. എന്തത്, ബൈ ദിസ് ഗാരേജ് ഫോർ ഓൺലി $3,500. അല്ല, എൻ്റെ വീട്ടിലൊരു ഗ്യാരേജ് ഇല്ലേ, പിന്നെ ഇതിനതൊക്കെ ശരി. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കറങ്ങട്ടെ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയ്ക്ക് എടുക്കാം. സൂര്യനൊക്കെ ഉണ്ട്, അത് അവിടെ ഉണ്ട്. സൂര്യൻ അസ്തമിക്കാറായി. അപ്പോൾ രാത്രി പോയാൽ അതിൻ്റെ കുറച്ചും കൂടി ഇതാവുമല്ലോ. ഇതെന്താ അവിടെ? ഇതെൻ്റെ വീടല്ലേ അല്ലേ? അടിപൊളി വീടില്ലേ. പിയാനോ ഒക്കെ ഉണ്ട്. പിയാനോ ഒക്കെ ഒന്ന് ഞാൻ വായിച്ച് നോക്കട്ടെ കേട്ടോ. ഇൻ്ററാക്ട് കാണാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് എനിക്കെന്താ അല്ലേ. ഇതെന്താ ഡ്രം സെറ്റൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. സ്നോ ബോൾ എറിഞ്ഞാലോ, ശബ്ദം കൂട്ടിയേക്കട്ടെ. സ്നോ ബോൾ എറിഞ്ഞിട്ടേ ഡ്രമ്മ് വായിക്കാൻ നോക്കിയാലോ. ഒന്നും വായിക്കാനും പറ്റണില്ല. ബാക്കി എന്താ ഉള്ളത്? ടി വിയുടെ പകരം ഒന്നുമില്ല. ഇത്ര സാധനങ്ങളൊക്കെ ഉണ്ട്. വലിയ വീട്, ഗിറ്റാറ്, എന്തൊക്കെയാ. എന്നിട്ടൊരു ടി വി വെക്കണില്ല അവിടെ. ഫ്രണ്ട്സ്, എനിക്കെന്താ അറിയില്ല ഫ്രണ്ട്സ്, എനിക്ക് വീട് മൊത്തം ഇങ്ങനെ കാണാതെ പോണത് പറ്റണില്ല. അപ്പോൾ 2 ചെയറുണ്ട്, ഞാൻ പറഞ്ഞില്ലേ 2 ആൾക്കാരുണ്ട്, 2 സംഗീതം പഠിക്കുന്നവരുണ്ടോ. ഒരാൾ പിയാനോ. ഇതിലും മതി നമുക്ക്. ഇരുട്ടായി. നമുക്ക് വാനിൽ കയറിയിട്ട് നമുക്ക് നേരെ മറ്റേ സ്ഥലത്തേക്ക് പോകാം. ഒക്കെ കണ്ട, നല്ല മേഘങ്ങളൊക്കെ തിളങ്ങി നിൽക്കുന്ന സ്ഥലം. നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പോവാ. എനിക്ക് ഈ മീശയാണ് പറ്റാത്തത്. മീശ ഇല്ലെങ്കിൽ അടിപൊളിയാകുമായിരുന്നു. ഉണ്ടോ, നല്ലൊരു സ്ഥലം ഇവിടെ. നമുക്ക് ഇതെന്തത്? ലോഡിങ് സ്ക്രീനോ? എന്ത് സംഭവം? ഫ്രണ്ട്സ്, അതെന്താണെന്ന് വെച്ചാലേ ഞാനെന്തോ ഷെയർ കൈ തട്ടിട്ട് അമർന്നു പോയി. അപ്പോൾ അങ്ങനെന്തോ ഗ്ലിച്ചടിക്കെന്തോന്ന് ചെയ്തത് ഇത്. എന്തായാലും നമുക്ക് വാനിൽ കയറാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് നേരെ വിടാം. ക്യാമറയുടെ ഇത് മാറ്റട്ടെ കേട്ടോ. ഓക്കെ, തെറ്റി. കണ്ട, ബസ്സിൻ്റെ പോലെ ഇങ്ങനെ വളച്ചോണേ. എവിടെയും മുട്ടാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ. എന്താ 360 ഡിഗ്രി അല്ലേ ഇപ്പോൾ തിരിഞ്ഞത്? ഏതാ
ഞാൻ എന്താണ് അന്ന് വന്നത് ഈ പാടല്ലേ ഇതുപോലെ ഈ വെള്ളയും ബ്രൗണും അതിൻ്റെ ആ സൈഡിലാണ്. അപ്പം ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി. ഇതിനെ തോണ്ട് അന്നത്തെ പോലത്തെ ഹൈവേയിലൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പം ഇനി ഇവിടെ എവിടെയാണ് ഞാൻ കണ്ടത് എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ പോയി ഡ്രിഫ്റ്റ് അടിക്കാം കേട്ടോ. ഹുയ്, സക്സസ്ഫുള്ളി ഫെയിൽഡ്. നമുക്കിവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നിർത്ത്. ഓക്കെ, നമുക്ക് ഇറങ്ങിയിട്ട് നേരെ ഉരുണ്ടുകൊണ്ടല്ലോ. ഇപ്പം എന്ത് ചെയ്യും? സ്നോ ബോൾ എറിയാം. വെളുത്ത സ്നോ ബോൾ എറിഞ്ഞ് കറുത്ത വാനും നിൽക്കണില്ലല്ലോ. അയ്യോ ഇപ്പം ഞാൻ ഒന്ന് തളർന്നു പോണേന്. ഓ, സക്സസ്. കണ്ടോടാ, ഇവന്മാരെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. വാനും വീണ്ടും കൊണ്ടാ. കുഴപ്പമില്ല. ഇതാണ് നമ്മൾ നേരത്തെ. അയ്യോ, നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലം അവിടെ അല്ല, അത് വിടണം. കാരണം ആ ആരോ ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. ഇവന്മാരാണല്ലേ നമ്മളന്ന് കണ്ടത്. ഉപ്പ് കണ്ടാ, കോഴി നനഞ്ഞ് നിൽക്കണ പോലെ. എന്താടാ, നീ അടിക്കാൻ വരുമോ? അടിക്കാൻ വരില്ലേ? അടിക്കടാ. എന്നെ അടിച്ചാൽ നിന്നെ ഞാൻ കൊല്ലും. എന്നെ അടിക്കടാ. അടിച്ചില്ലെങ്കിൽ നിന്നെ കൊല്ലും. മനസ്സിലായില്ലേ? നമുക്ക് ഇവന്മാർക്ക് രണ്ടുപേരിട്ടാം. ഇവൻ മോട്ടു, ഇവൻ ചോട്ടു. അല്ലല്ല, അതുകൊണ്ടാ. ഇവൻ ചോട്ടു, ഇവൻ മോട്ടു. തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇവന്മാരാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വല്ല ഇതുപോലെയൊക്കെ. പക്ഷേ ഈ ഗ്ലിച്ച് ഇവിടെ ഉണ്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇതുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് എന്തോ വഴിയുണ്ട് കേട്ടോ. അങ്ങോട്ട് നമുക്ക് ഗ്രനേഡ് ഇട്ടിട്ട് ഉള്ളിൽ കയറാം. അതാണ് നല്ലത്. ഗ്രനേഡ് അവിടെ തന്നെ വേണമല്ലോ. അമ്മമാരുടെ പണി തീർന്നാ. മൈൻഡ് ഒരിഞ്ഞുള്ളൂ അമ്മമാർ. തോക്ക് വെച്ച് ഉള്ളിക്ക് പോവാം. എന്ത് പോകാൻ പറ്റാത്ത? അയ്യേ, എൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റില്ലേ? അത് ശരി, ഇതൊന്നും നേരത്തെ പറയണ്ടേ? മണ്ണനൊക്കെ വെടിവെച്ച് കയറാൻ മതിയല്ലോ. ഇതും പറ്റില്ലേ? ഓ, ഇവന്മാർക്ക് മാത്രമേ എൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. കുനിയുള്ളൊരു അബിലിറ്റി ഉണ്ടെങ്കിലേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഈസി ആയിട്ട് പോകുമായിരുന്നു. ഇതിപ്പോൾ ഒരുമാതിരി വിളിച്ചു വരുത്തി അപമാനിച്ച പോലെയായി. പക്ഷെ വിളിച്ചു വരുത്തിയതല്ല, വിളിക്കാതെ നമ്മൾ അങ്ങോട്ട് പോയതല്ലേ. കുഴപ്പമില്ല. ഫ്രണ്ട്സ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ തന്നെ കുറേ നേരം ട്രൈ ചെയ്തു പല കാർസ് കൊണ്ട്. എന്നിട്ടാണ് ഇതുവരെ എത്തിയത്. അങ്ങനെ വേറെ ദിവസം ഒരു ലാംബോ എടുത്തിട്ട് വന്നു. അങ്ങനെ ഫ്രണ്ട്സ്, ഞാൻ ലാംബോ വടിവേലാണോ? അയ്യോ, അത് വേണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഞാൻ ഒരു ലംബോർഗിനി എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് വേഗത്തിൽ പറപ്പിച്ചിട്ടൊക്കെ വന്നു. അങ്ങനെ ഞാൻ ഇവിടെ വരെ എത്തി. അപ്പം ഇനി ലാംബോ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. നടക്കണില്ലല്ലോ. ഫ്രണ്ട്സ്, ആകെ ഒരു വഴിയുണ്ടോ? പുറത്തിറങ്ങി നമ്മളത് ഇതിൻ്റെ ഉള്ളായോ? ഇതെന്തത് എന്റെ അമ്മ, ഇത് സാധനം സ്കെൽട്ടനാ? ഇതെന്താ സെമിത്തേരി ആയിരുന്നോ? പക്ഷെ ഒരാളെ മാത്രം തന്നെ ഇവിടെ. ഇതെന്താ സംഭവം? നോക്കിയാലോ പോയിട്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ മാത്രം ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ ഈ ലാംബോന്ന് ഇറങ്ങിയപ്പോൾ ഇതെന്തത്? അടിക്കാൻ പറ്റുമോ? സ്കെൽട്ടൻ. അമ്മോ, ഇതെന്താണ് പറയണല്ലോ. അയ്യോ, അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ഒരു വിഴൽ. പക്ഷേ ഈ ആനിമേഷനൊക്കെ വർക്കാവുണ്ടല്ലോ. നമുക്ക് പോയി നോക്കാം കേട്ടോ എന്ത് സംഭവം എന്നാണ്. മറ്റെന്തോ പഴയ ഏഷ്യൻ ഹിസ്റ്ററിയിലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പോലെ. എന്തത്? മന്ത്രവാദോ? തലയോട്ടിയൊക്കെ അവിടെ കുത്തി വെച്ചിരിക്കണു വടിയിലൊക്കെ. എന്താ സംഭവം? പൊളി തന്നെ കേട്ടാ. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇങ്ങനെ വരുന്നത്. അയ്യോ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇതെങ്ങനെ? ഇനി ഞാൻ മാത്രമാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് ഈ ഡ്യൂട്ട് തെഫ്റ്റ് വാർസിൽ? എനിക്കറിയില്ല കേട്ടോ. നമുക്ക് ബാക്കിൽ പോയി നോക്കിയാലോ. അവിടെ വെളിച്ചുണ്ട് കേട്ടോ. ഇതിൽ കയറാൻ പറ്റുമോ?
ഉഫ്, എന്നാലും ഭയങ്കര സംഭവം തന്നെ കേട്ടോ. അത് ഗെയിം സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ നിങ്ങളിപ്പോൾ കമൻറ്റ് ചെയ്യട്ടോ, ഇനി ഇതുപോലത്തെ വേണമെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ, ടേക്ക് കെയർ.